ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ പേര് അത് ശരിക്കും നമ്മുടേതാണോ? ഉം. അതോ നമ്മൾ ജനിച്ചു വീണപ്പോൾ മറ്റാരോ നമുക്ക് തന്ന ഒരു ലേബൽ മാത്രമാണോ? വളരെ നല്ലൊരു ചോദ്യമാണ്. ഈയൊരു ചെറിയ ചോദ്യത്തിൽ എനിക്ക് തോന്നുന്നു വലിയൊരു കാര്യമുണ്ട്. ഇന്ന് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് നിങ്ങൾ നൽകിയൊരു ലേഖനത്തിന്റെ വെളിച്ചത്തിൽ ഈ പേരും നമ്മളും തമ്മിലുള്ളൊരു ഒരു അത്ഭുതകരമായ ബന്ധത്തിലേക്കാണ്. ശരിയാണ്. ഒരു പേര് വെറുമൊരു വാക്കിലൊതുങ്ങുമോ? അതോ നമ്മുടെ വ്യക്തിത്വത്തിന്റെ, നമ്മുടെ നിലനിൽപ്പിന്റെ തന്നെ ഭാഗമാണോ അത്? നമുക്ക് നോക്കാം. വളരെ രസകരമായ ഒരു തുടക്കമാണത്. കാരണം നമ്മൾ ആരും ജനിച്ചുടനെ എഴുന്നേറ്റ് നിന്ന് ഹലോ എന്നെ ഇന്ന പേരിൽ വിളിച്ചാൽ മതിയെന്ന് പറയാറില്ലല്ലോ. ഇല്ല, ഒരിക്കലുമില്ല. അച്ഛനും അമ്മയും ഒരു പേരിടുന്നു, സമൂഹം അത് ഏറ്റെടുക്കുന്നു. അപ്പൊ ചുരുക്കത്തിൽ പേര് പുറത്തുനിന്ന് വരുന്ന ഒന്നാണ്. അതെ. ലേഖനത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയവും അതുതന്നെയാണ്. നമ്മളെ ആരെങ്കിലും പേര് വിളിക്കുന്നതിന് മുൻപേ നമ്മളിവിടെ ഉണ്ട്. അതാണ് പോയിന്റ്. നമ്മുടെ ഉണ്മ ആദ്യം, പേര് രണ്ടാമത്. അതെ. എക്സിസ്റ്റൻസ് പ്രിസീഡ്സ് ദ നെയിം. അപ്പോ പേരെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മളെ തിരിച്ചറിയാനും ഓർമ്മിക്കാനും നമ്മളുമായി സംസാരിക്കാനുമൊക്കെയുള്ള ഒരു പിടിവള്ളി, ഒരു ടാഗ്, അത്രയുള്ളൂ എന്നാണോ പറഞ്ഞു വരുന്നത്? അതൊരു തുടക്കമാണ്. അങ്ങനെയൊരു തലമുണ്ട്. പേര് നിങ്ങളല്ല, നിങ്ങളെക്കുറിച്ചുള്ളൊരു സൂചനയാണ്. പക്ഷേ ഒരു മിനിറ്റ്, പേര് വെറുമൊരു ലേബലാണെന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വൈകാരികമായ വശം കാണാതെ പോകുന്നില്ലേ? ഉദാഹരണത്തിന് അമ്മ എന്നൊരു വിളി, അത് കേൾക്കുമ്പോഴുണ്ടാകുന്നൊരു ഫീലുണ്ടല്ലോ, അത് വെറുമൊരു ലേബലിനപ്പുറമല്ലേ? തീർച്ചയായും. നല്ല പോയിന്റാണ്. ആ വിളിയിൽ ഒരു ബന്ധമുണ്ട്, ഓർമ്മകളുണ്ട്, സ്നേഹമുണ്ട്. അപ്പൊ വെറും ലേബൽ എന്നതിനപ്പുറം അതിന് മറ്റു ചില തലങ്ങളുമുണ്ട്. തീർച്ചയായുമുണ്ട്. ഇവിടെയാണ് ലേഖനം അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുന്നത്. ഓക്കെ. ഒരു പേരിന് ശരിക്കും അർത്ഥമുണ്ടാകണമെങ്കിൽ അത് ഒരു ബന്ധത്തിന്റെ ഭാഗമാകണം. ഒരു സാമൂഹിക ബന്ധം അല്ലേ? അതെ, സാമൂഹികം. പേരിനൊരു സോഷ്യൽ സ്വഭാവമുണ്ട്. ലേഖനം വളരെ ലളിതമായി പറയുന്നുണ്ട്, ഒരു പേര് ശരിക്കും ജീവനുള്ളതാകാൻ 3 കാര്യങ്ങൾ ഒരുമിക്കണമെന്ന്. കൊള്ളാം. എന്തൊക്കെയാണത്? 1. വിളിക്കാനൊരാൾ. ശരി. 2. അത് കേൾക്കാനൊരാൾ. പിന്നെ 3ാമത്തേത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനം, 2 പേർക്കും മനസ്സിലാകുന്ന ഒരു പൊതുവായ ഭാഷ. ഇത് രസമുണ്ട്. അപ്പോ ഒരാൾ ഒറ്റയ്ക്കൊരു ദ്വീപിൽ അകപ്പെട്ടാൽ അയാൾക്ക് പേരില്ലാന്നാണോ? അയാള് സ്വയം ഒരു പേര് വിളിച്ചാൽ അതിനർത്ഥമില്ലേ? നല്ല ചോദ്യമാണ്. അയാൾക്ക് സ്വയം ഒരു പേര് വിളിക്കാം, ചിന്തിക്കാം. ഞാൻ ജോൺ എന്നയാൾക്ക് 100 വട്ടം മനസ്സിൽ പറയാം. പക്ഷേ ആ പേരിന് പൂർണ്ണമായ അർത്ഥം വരുന്നത് എപ്പോഴാണെന്നറിയുമോ? എപ്പോൾ? മറ്റൊരാൾ ഒരു വെള്ളിയാഴ്ചയെപ്പോലെ വന്ന് ഹലോ ജോൺ എന്ന് വിളിക്കുമ്പോഴാണ്. ശരിയാണ്. അതുവരെ അതൊരു ചിന്ത മാത്രം. അതെ, ഭാഷയും പേരുമെല്ലാം ഒരു സാമൂഹിക ഉടമ്പടി പോലെയാണ്. നമ്മളെല്ലാവരും അത് അംഗീകരിക്കുമ്പോഴാണ് അതിന് ശക്തി വരുന്നത്. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ തനിച്ചായിരുന്നെങ്കിൽ പേരെന്ന ആശയത്തിന് തന്നെ പ്രസക്തിയില്ല. ഓക്കെ. അപ്പൊ പേരുകൾക്കൊരു സാമൂഹിക തലമുണ്ട്. ശരി. അതിനപ്പുറം ഒരു ആത്മീയ തലമുണ്ടോ ഇതിന്? അതായത് നമ്മൾ മനുഷ്യർ നൽകുന്ന പേരുകൾക്കപ്പുറം യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള പേരുകൾ എന്നൊരു ആശയം ലേഖനം മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ഖുറാനിക പശ്ചാത്തലത്തിൽ. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതെങ്ങനെയാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത്? ലേഖനം പറയുന്നത് മനുഷ്യൻ നൽകുന്ന പേരുകളും ദൈവം വെളിപ്പെടുത്തുന്ന പേരുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ്. അതെങ്ങനെയാണ്? ഒരു വസ്തു യഥാർത്ഥത്തിൽ എന്താണെന്നും മനുഷ്യർ അതിനെ എന്തു വിളിക്കുന്നുവെന്നതും രണ്ടാണ്. രണ്ടും രണ്ടാണല്ലേ? അതെ, നമ്മൾ നൽകുന്ന പേരുകൾക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കാനാകും, പക്ഷേ യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. നമ്മളൊരു വിഷച്ചെടിക്ക് അമൃത് എന്ന് പേരിട്ടെന്ന് കരുതുക. ഓക്കെ. അതുകൊണ്ടത് അമൃതായി മാറുന്നില്ല. പക്ഷെ ആ പേര് കേൾക്കുന്നയാള് ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെടാം, വഞ്ചിക്കപ്പെടാം. ശരിയാണ്. ലേഖനത്തിൽ നിന്നുള്ളൊരു ഭാഗം ഓർമ്മ വരുന്നു. അവ ചില പേരുകൾ മാത്രമാണ്, നിങ്ങളും നിങ്ങളുടെ പൂർവീകരും നൽകിയ പേരുകൾ. അല്ലാഹു അവയ്ക്ക് ഒരധികാരവും നൽകിയിട്ടില്ല. അതെ, ഖുർആനിലെ ആ വാക്യം. ഇത് മനുഷ്യനിർമ്മിത ലേബലുകളുടെ പരിമിതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലേ? കൃത്യമായി. നമ്മൾ നമ്മുടെ സൗകര്യത്തിനും പാരമ്പര്യത്തിനും അനുസരിച്ച് പലതിനും പേരുകൾ നൽകുന്നു, പക്ഷെ അത് അവയുടെ യഥാർത്ഥ സ്വഭാവത്തെ നിർവചിക്കുന്നില്ല. ഇവിടെയാണ് മനുഷ്യന്റെ നാമകരണവും ദൈവീക നാമകരണവും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അതെ, അതുതന്നെ. ഇതിനെ നമുക്കിങ്ങനെ ചിന്തിക്കാം. നമ്മൾ ഒരാളെ ദയുള്ളവൻ എന്ന് വിളിക്കുന്നത് അയാളുടെ ചില പ്രവൃത്തികൾ കണ്ടിട്ടാണ്. ശരിയാണ്. അത് നമ്മുടെ ഒരു നിരീക്ഷണമാണ്, ഒരു വിലയിരുത്തൽ.
അത് ഒരുപക്ഷെ ശരിയാകാം, അല്ലെങ്കിൽ തെറ്റാകാം. ഉം, എന്നാൽ ദൈവികനാമമായ അർറഹ്മാൻ, പരമകാരുണികൻ, അങ്ങനെയല്ല. അത് കേവലമൊരു വിശേഷണമല്ല, പിന്നെയോ? മറിച്ച് കാരുണ്യമെന്ന യാഥാർത്ഥ്യത്തിന്റെ ഉറവിടം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു ടോർച്ച് ലൈറ്റ് പോലെയാണ്. അത് ഒരു ഭാഗത്തേക്ക് മാത്രം വെളിച്ചം വീശുന്നു. എന്നാൽ ദൈവിക നാമങ്ങൾ സൂര്യനെപ്പോലെയാണ്. അത് യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി പ്രകാശിപ്പിക്കുന്നു എന്നാണോ? കൊള്ളാം, വളരെ നല്ലൊരു ഉപമയാണത്. ഒന്നൊരു ഫോട്ടോ എടുക്കുന്നത് പോലെയും മറ്റൊന്ന് ആ ഫോട്ടോയിലുള്ള യഥാർത്ഥ സ്ഥലത്ത് ചെന്ന് നിൽക്കുന്നത് പോലെയുമാണ്. ഓക്കെ. ലേഖനത്തിൽ ആദമിനെ നാമങ്ങൾ പഠിപ്പിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അത് വെറും വാക്കുകളോ ശബ്ദങ്ങളോ ആയിരുന്നില്ല പഠിപ്പിച്ചത്, മറിച്ച് ഓരോ വസ്തുവിന്റെയും യഥാർത്ഥ സ്വഭാവം, അതിന്റെ സത്ത എന്താണെന്നാണ് പഠിപ്പിച്ചത്. അപ്പോ വ്യത്യാസം വലുതാണ്. വളരെ വലുതാണ്. മനുഷ്യൻ നൽകുന്ന പേര് ആശയവിനിമയത്തിനുള്ള ഉപകരണം, ദൈവം വെളിപ്പെടുത്തുന്ന പേര് യാഥാർത്ഥ്യത്തിലേക്കുള്ള വാതിൽ. ഇതാണ് അടിസ്ഥാനപരമായ വ്യത്യാസം. ഈ വേർതിരിവ് വിഷയത്തിന് വലിയൊരു ആഴം നൽകുന്നുണ്ട്. ശരി, ഈ തത്വങ്ങളെല്ലാം കൊള്ളാം. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാവിന് ഇതിൽ നിന്നെന്ത് കിട്ടും? അതെ, അതാണ് പ്രധാനം. അവരുടെ പേരിനെക്കുറിച്ച് ഇതെല്ലാം എന്തു പറയുന്നു? ഉദാഹരണത്തിന് എന്റെ പേര്, നിങ്ങളുടെ പേര്, ഇതിന്റെയൊക്കെ പ്രസക്തി എന്താണ്? അവിടെയാണ് നമ്മൾ ഈ ചർച്ചയുടെ കാതലിലേക്ക് വരുന്നത്. ലേഖനത്തിലെ ഏറ്റവും മനോഹരമായൊരു വാചകമുണ്ട്. ഏതാണത്? ഒരു പേര് ഒരു ക്ഷണമാണ്, ഒരു വിധിയല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുതന്നെയാണ്. A name is an invitation, not a sentence. അതെ. എന്താണ് അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതിന്റെ അർത്ഥം നിങ്ങൾക്ക് നൽകപ്പെട്ട പേര് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഒരു അവസാന വാക്കല്ല എന്നാണ്. ഓക്കെ. എന്റെ ഒരു സുഹൃത്തുണ്ട്, പേര് ആനന്ദ്. സന്തോഷമല്ലേ? അതെ. പക്ഷെ അവൻ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും വിഷാദത്തിലൂടെയും ഒക്കെ കടന്നുപോയ ആളാണ്. അവൻ എപ്പോഴും പറയാറുണ്ട്, എന്താണ്? എന്റെ പേര് ആനന്ദ് എന്നായതുകൊണ്ട് ഞാൻ എപ്പോഴും സന്തോഷവാനായിരിക്കണമെന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നു. പക്ഷെ എന്റെ ദുഃഖങ്ങളെയും വേദനകളെയും അംഗീകരിച്ചപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത് എന്ന്. കൊള്ളാം. അതാണ് ഈ ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേരൊരു സാധ്യതയാണ്, നമ്മുടെ വ്യക്തിത്വത്തെ അടച്ചിടുന്ന ഒരു പെട്ടിയല്ലാതെ. അപ്പോൾ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന വിജയൻ എന്ന പേരുള്ള ആരെങ്കിലും ജീവിതത്തിൽ വല്ലപ്പോഴും പരാജയപ്പെട്ടാൽ പേരിനെ കുറ്റം പറയേണ്ടതില്ല, അല്ലേ? അതൊരു വലിയ ആശ്വാസമാണ്. അതെ, തീർച്ചയായും. നിങ്ങളുടെ പേര് ശാന്ത എന്നാണെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ പാടില്ലെന്നോ സത്യൻ എന്നാണെങ്കിൽ കള്ളം പറയാൻ പാടില്ലെന്നോ ഒരു നിയമവുമില്ല. ഇല്ല. നിങ്ങൾക്ക് ആ പേരിന്റെ അർത്ഥത്തിനനുസരിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ അതിന് വിപരീതമായി ജീവിക്കാം. അതുമല്ലെങ്കിൽ അതിനെയെല്ലാം മറികടന്ന് തികച്ചും പുതിയൊരാളായി വളരാം. ശരിയാണ്. പേര് ഒരു തുടക്കം മാത്രമാണ്, ഒരു അവസാനമല്ല. അത് സമൂഹം നിങ്ങൾക്ക് നൽകുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റാണ്. ആ ക്ഷണത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. കൊള്ളാം. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയുടെ പ്രധാന ആശയങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഒന്ന്, നമ്മൾ പേരിടപ്പെടുന്നതിന് മുൻപേ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഉണ്മയാണ് ആദ്യം. അതെ. 2, പേരുകൾക്ക് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല, അവ സാമൂഹിക ബന്ധങ്ങളിലാണ് അർത്ഥപൂർണമാകുന്നത്. ശരിയാണ്. 3, നമ്മൾ നൽകുന്ന പേരുകൾ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളാണ്, എന്നാൽ ദൈവിക നാമങ്ങൾ യാഥാർത്ഥ്യത്തെ തന്നെ വെളിപ്പെടുത്തുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായി, നമ്മുടെ പേര് ഒരു വിധിയല്ല, മറിച്ച് ഒരു ക്ഷണം മാത്രമാണ്. അതെ. ഇതിനെല്ലാം ഉപരിയായി ഈ ചിന്തകളെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ തിരിച്ചറിവുണ്ട്. അതെന്താണ്? ലേഖനം അത് അവസാനം പറയുന്നുണ്ട്, അത് വിനയമാണ്. വിനയമോ? ഹ്യൂമിലിറ്റി. അതെങ്ങനെയാണ് പേരുമായി ബന്ധപ്പെടുന്നത്? ലേഖനം പറയുന്നു, പേരുകൾ പേരുള്ളവരുടെ സ്വന്തമല്ല. അവ നൽകപ്പെട്ടതും ഉപയോഗിക്കപ്പെടുന്നതും ചിലപ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതുമാണ്. കൊള്ളാം. അതിലൊരു വലിയ സത്യമുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ സ്വയം പേരിട്ടല്ല ഈ ലോകത്തേക്ക് വന്നത്. നിങ്ങളുടെ സത്തയെ നിർവചിച്ചത് നിങ്ങളല്ല. ശരിയാണ്. സമൂഹം നിങ്ങളെ ഒരു പേര് വിളിക്കുന്നതിനും വളരെ മുൻപേ നിങ്ങൾ അറിയപ്പെട്ടിരുന്നു. ഈ ചിന്ത നമ്മളെ വിനയാൻവിതരാക്കുന്നു. നമ്മുടെ സ്വത്വത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല എന്നൊരു തിരിച്ചറിവ്. അതെ, ആ തിരിച്ചറിവാണത്. വളരെ ആഴത്തിലുള്ളൊരു ചിന്തയാണത്. നമ്മുടെ ഐഡന്റിറ്റിയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമെന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ പേരിന്റെ ഉടമസ്ഥാവകാശം പോലും യഥാർത്ഥത്തിൽ നമുക്കല്ല എന്ന തിരിച്ചറിവ്. അതെ. അത് നമുക്ക് ലഭിച്ചതാണ്, നമ്മൾ ഉണ്ടാക്കിയതല്ല. അതുതന്നെ. ആത്യന്തികമായി നാം ആരാണെന്നതിന്റെ നിർവചനം പൂർണ്ണമായി നമ്മുടെ കയ്യിലല്ല. നമുക്ക് ലഭിച്ച ഈ പേര് എന്ന ക്ഷണത്തോട്
നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് പ്രതികരിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ ആഴത്തിലുള്ള സംഭാഷണം അവസാനിപ്പിക്കാം. പക്ഷേ പോകുന്നതിന് മുൻപ് ഇത് കേൾക്കുന്ന നിങ്ങളോട് ഒരു കാര്യം. നിങ്ങളുടെ പേര് ഒരു വിധിയല്ല, ഒരു ക്ഷണം മാത്രമാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ആ ക്ഷണത്തിന് നിങ്ങൾ നൽകുന്ന മറുപടി എന്തായിരിക്കും? നല്ല ചോദ്യം. ഒരുപക്ഷേ ഈ ചർച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ പേരിന്റെ അർത്ഥം എന്താണെന്നൊന്ന് ഗൂഗിൾ ചെയ്തു നോക്കൂ. എന്നിട്ടൊന്ന് ആലോചിക്കൂ, ആ അർത്ഥം നിങ്ങളുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അതൊരു വിളിയാണോ? അതോ നിങ്ങൾ മറികടന്നൊരു തടസ്സമാണോ? ഈ ഒരു ചിന്ത നിങ്ങൾക്കായി നൽകുന്നു.